Hi students, welcome to our new class. In the class we will discuss 2021 marketing management question paper ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് നോക്കാം. വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൽ ആദ്യത്തെ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും ചുരുക്കി പറയുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ലൈക്ക് പ്രൊഡക്റ്റ്, price, place, promotion, etc. in the right proportion to provide maximum satisfaction to consumers and maximum profit to the company. അപ്പോൾ ഈ 4 കാര്യങ്ങളെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ, കറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ ഇവ 4 കൂടി ചേരുക എന്നുള്ളതാണ്. ടു പ്രൊവൈഡ് അതിലൂടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമേഴ്സിന് കിട്ടുകയും കമ്പനിക്ക് നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഇതാണ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 P's 4 C's എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. മാർക്കറ്റിംഗ് മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡിമാർക്കറ്റിംഗ്? നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ കൂടി ഒന്ന് കാണുക. ഡിമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ചില സിറ്റുവേഷനിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സമയങ്ങളൊക്കെ കൊക്കക്കോള, പെപ്സി പോലത്തെ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കമ്പനീസ് അത് യൂസ് ചെയ്യുന്നത്, മാക്സിമം ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനത്തിന് ഡിമാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ചോദിച്ചിരുന്നത് മൂന്നാമത്തത് വാട്ട് ഈസ് ബൈയിങ് മോട്ടീവ്? എന്തിനാണ് ബൈയിങ് മോട്ടീവ് എന്ന് പറയുന്നത്? ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ ആണോ, നമ്മുടെ താല്പര്യങ്ങളാണോ, ആഗ്രഹങ്ങളാണോ? അപ്പോൾ എന്തിനെയാണ് നമ്മൾ ബൈയിങ് മോട്ടീവ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ തീരുമാനം, അതിനെ ബൈയിങ് മോട്ടീവ് എന്ന് പറയുന്നത്. ബൈയിങ് മോട്ടീവ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തിനാണ്? ബൈയിങ് മോട്ടീവ് ഈസ് എ സ്ട്രോങ് ഫീലിംഗ്, ഇൻസ്റ്റിങ്ക്റ്റ്, ഡിസയർ ഓർ പ്രൊമോഷൻ ദാറ്റ് മേക്ക് ദ ബയർ ടു ബൈ എ പ്രൊഡക്റ്റ്. ഒരു ബയ്യർക്ക് ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുണ്ടാവുന്നതായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസയർ അല്ലെങ്കിൽ ഇമോഷൻ, ഇതിനേതിനെയും നമുക്ക് ബൈയിങ് മോട്ടീവ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്ന ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന് ക്ലിയർ ആയി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിനെ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതിനെ തന്നെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണണമെന്നുള്ള ആളുകൾ ഒന്ന് ദയവീത് മുന്നത്തെ വീഡിയോസ് കൂടി ഒന്ന് കാണുക കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സോ ഫീച്ചേഴ്സിൻ്റെയോ ബേസിൽ കസ്റ്റമേഴ്സിനെയോ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രൊഡക്റ്റ് പൊസിഷനിങ് ആണ്. പ്രൊഡക്റ്റ് പൊസിഷനിങ്ങും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് കൺസ്യൂമറുടെ മൈൻഡിൽ ആ പ്രൊഡക്റ്റിന് ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ് പറയുന്നത്. എന്തിനാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്? ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓൾവേസ് പ്രിഫർ ടു ഹാവ് സർട്ടൻ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഫോർ പ്രൊഡക്റ്റ്. അത് നമ്മൾ വാങ്ങുന്ന ആളുകളായിക്കോട്ടെ വിൽക്കുന്ന ആളുകളായിക്കോട്ടെ രണ്ട് പേരുടെയും കോമൺ ആയിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിനൊരു മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചൊരു സ്റ്റാൻഡേർഡ് അതിനുണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെയൊക്കെയാണ് അത് പറയുന്നത്? എസ്റ്റാബ്ലിഷിംഗ് സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഫോർ എ കമ്മോഡിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ഡിസയേർഡ് ഫീച്ചേഴ്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഫീച്ചേഴ്സ് ആയിരിക്കും. അത് മീൻസ് അതിൻ്റെ ക്വാളിറ്റിയിലോ ഡ്യൂറബിലിറ്റിയോ കളർ, സൈസ്, ഡിസൈൻ, സേഫ്റ്റി എക്സെട്ര ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏതിനും നമ്മളൊരു സ്റ്റാൻഡേർഡ് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രേഡിങ് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് സർട്ടൻ ക്ലാസ്സസിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ തന്നെയാണ് ഗ്രേഡിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് സോർട്ട് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരേ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ സിമിലർ സൈസിലുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന അതിനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്രേഡിങ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചെങ്കിൽ ബ്രാൻഡിങ് ആണ്. അപ്പോൾ നോക്കൂ എത്ര അടുത്തടുത്താണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അതിൽ കണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏഴാമത്തത് വാട്ട് ഡു യു മീൻ ബൈ ബ്രാൻഡിങ്. തൊട്ടടുത്ത കാര്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അടുത്ത പോയിന്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ബ്രാൻഡിങ് മീൻസ് ഗിവിങ് എ നെയിം ടു ദ പ്രൊഡക്റ്റ് ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബിക്കം നോൺ ആൻഡ് ഫെമിലിയർ എമംഗ് ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പേര് കൊടുക്കുക. എപ്പോഴും അതിൻ്റെ കൺസ്യൂമേഴ്സിന് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നെയിമോ സിമ്പലോ അല്ലെങ്കിൽ എന്തും ആവാം. നെയിം, സിമ്പല്, ഡിസൈൻ അല്ലെങ്കിൽ ഇതെല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ള ഗുഡ്സിൽ നിന്ന് നമുക്ക് ഇവ വേർതിരിച്ചറിയാനും അതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഫ്രം ദോസ് അതർ സെല്ലേഴ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പാക്കേജിങ്. അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ്. പാക്കേജിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റാപ്പ് ചെയ്യുക അല്ലെങ്കിൽ എൻക്ലോസ് ചെയ്യുക പ്രൊഡക്റ്റിനെ. നമുക്ക് ലീക്കേജോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ലീക്കേജ്, സ്പോയിലേജ് ഇതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചറിൽ വരുന്ന ഡിഫറൻസ് അതൊന്നും അതിനെ ബാധിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്യുന്ന പ്രോസസ്സിനെ തന്നെയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സൈലന്റ് സെയിൽസ്മാൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വീണ്ടും അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് 9ാമത്തെ. വാട്ട് ഈസ് ട്രേഡ് മാർക്ക്? എന്തിനാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്? എന്താണോ ഒരു ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, ഒരു നെയിമോ സിമ്പലോ അല്ലെങ്കിൽ ഡിസൈനോ എന്തോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രേഡ് മാർക്കായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ട ആളുകൾ മുന്നത്തെ വീഡിയോ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് 10th ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത്. എന്തിനാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് ഇന്ന് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് പലതരത്തിലാണ് യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ? അത് സമൂഹത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ തന്നെയാണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ അഡ്വർടൈസിങ്. എന്തിനാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്? അതിൽ അഡ്വർടൈസ്മെന്റും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അഡ്വർടൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആർക്കാണ് കൊടുക്കുന്നത്? കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെ തന്നെയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 12ാമത്തേല് വാട്ട് ഈസ് പ്രൊഡക്റ്റ് ലൈൻ? എന്തിനാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് ലൈൻ അതായത് ദ ബ്രോഡ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ പ്രൊഡക്റ്റ് മിക്സ്. പ്രൊഡക്റ്റ് മിക്സ് എന്താണോ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒന്നിലധികം പ്രൊഡക്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ തന്നെയാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് പ്രോഡക്ട്സ്, എ പ്രൊഡക്റ്റ് ഐറ്റം ദാറ്റ് ആർ ഫിസിക്കലി സിമിലർ ഓർ ഇൻറ്റൻഡഡ് ഫോർ എ സിമിലർ മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. എ റേഞ്ച് ഓഫ് ടോയ്ലറ്റ് സോപ്സ് ഈസ് എ പ്രൊഡക്റ്റ് ലൈൻ. ഇപ്പോൾ ഒരു കമ്പനി തന്നെ കുറച്ച് ബാത്തിങ് കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2, 3, 4 സോപ്പുകൾ ഒരേ കമ്പനി ഇറക്കുന്നുണ്ടാവും. അതിനെ തന്നെയാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഗോദ്രേജ് പറഞ്ഞ കമ്പനി ഇറക്കുന്ന ടോയ്ലറ്റ് സോപ്സ്. ഏത് കംപ്രൈസിങ് സിന്തോള്, വിജില്, ഫ്രെസ്ക, ഗംഗ്, അതെല്ലാം അവരുടെ സോപ്പുകളാണ്. അപ്പോൾ ഒരു കമ്പനി തന്നെ ഒന്നിലധികം ക്ലോസ്ലി റിലേറ്റഡ് പ്രൊഡക്റ്റ് ഇറക്കുക. ആദ്യം ഒരു സോപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അതേപോലെ അവർ വീണ്ടും ആ സോപ്പിൽ തന്നെ പലതരത്തിലുള്ള പേരുകൾ, പല സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും ഡിഫറൻസോട് കൂടി അതേ ഐറ്റം തന്നെ അവർ ഇറക്കുന്നുണ്ട്. അതിനെ തന്നെ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും പഠിക്കാം. ബ്രോഡ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ പ്രൊഡക്റ്റ് മിക്സ്. ഒരു പ്രൊഡക്റ്റ് മിക്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് പ്രൊഡക്റ്റ് ഐറ്റം ആയിരിക്കാം. ഫിസിക്കലി സിമിലർ, അത് കാണുമ്പം ഒരുപോലെയുള്ളതായിരിക്കാം. ആർ ഇൻറ്റൻഡഡ് ഫോർ എ സിമിലർ മാർക്കറ്റ്. ഇത്തരത്തിലുള്ള സിമിലർ മാർക്കറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് ലൈൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു പേരും കൂടിയാണ് പ്രൊഡക്റ്റ് മിക്സ്. എപ്പോഴും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് വിച്ച് എ ഫേം ഓഫേഴ്സ് ടു ഇറ്റ്സ് ബയേഴ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ ഗോദ്രേജ് പറഞ്ഞ കമ്പനി ഒരു സോപ്പ് ഇറക്കി, വീണ്ടും അവർ 2, 3, 4 ടൈപ്പ് സോപ്പ് ഇറക്കുന്നു. അത് പ്രൊഡക്റ്റ് ലൈനാണ്. പക്ഷേ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന അതിൻ്റെ കയ്യിലുള്ള മൊത്തം പ്രൊഡക്റ്റിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഓഫർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും അതിൽ വരും. അപ്പോൾ പ്രൊഡക്റ്റ് മിക്സിൻ്റെ വേറൊരു പേരാണ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റേഞ്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. ചിലപ്പം പ്രൊഡക്റ്റ് മിക്സിൻ്റെ വേറെ പേരിലായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രൊഡക്റ്റ് റേഞ്ച് എന്താണ്,
പ്രൊഡക്റ്റ് അസോർട്ട്മെന്റ് എന്താണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എന്താണ് എന്നുള്ളതൊക്കെ ചോദ്യം വരാം. അപ്പോൾ അത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്താണെന്നുള്ള കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ ദ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്? എന്തിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇവിടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ്. ഒന്നില്ലെങ്കിൽ ഗുഡ്സിന്റെ ഫ്ലോയിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റാസ്, അല്ലെങ്കിൽ ഫിനാൻസ്. ഈ 3 ഫിനാൻസ് റിലേറ്റഡ് ടു എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റോ സർവീസോ ആയി ബന്ധപ്പെട്ട് വരുന്ന ഫിനാൻസിന്റെ കാര്യങ്ങൾ, ഡാറ്റകൾ, ഗുഡ്സ്, ഇതിന്റെ ഫ്ലോയിനെ മാനേജ് ചെയ്യുക. അതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓർ സർവീസ് ഫ്രം ദ പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽ ടു ദ ഡെലിവറി ഓഫ് ദ പ്രോഡക്റ്റ് അറ്റ് ഇറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ മുതൽ ആ പ്രൊഡക്റ്റ് ആയി വരുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും എന്ത് പറയാം, നമുക്ക് സപ്ലൈ ചെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എന്തിനൊക്കെ മാനേജ് ചെയ്യുന്നത്? ഫ്ലോ ഓഫ് ഗുഡ്സ്, അതേപോലെ അതിൻ്റെ ഡാറ്റ, പിന്നെ ഫിനാൻസസ്, ആ ഗുഡ്സോ സർവീസോ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫിനാൻസ്, ഇതിൻ്റെ എല്ലാം കൂടി വരുന്നതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൊമോഷൻ? എന്തിനാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്? ഒരു പ്രോഡക്റ്റിനെ മാക്സിമം സെയിൽ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പ്രൊമോഷൻ എന്ന് പറയും. അതായത് അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം, അതിൽ ഡിഫറെൻറ്റ് ഫോംസുകളായിരിക്കാം. പ്രൊമോട്ട് ചെയ്യുക, സെയിൽസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കസ്റ്റമറിലേക്ക് കൂടുതലായിട്ട് അവരുടെ മൈൻഡിൽ അത് പൊസിഷൻ ചെയ്യുന്ന പോലെ നമുക്ക് എന്തൊക്കെ പ്രോസസ്സുകൾ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ എന്ത് പറയാം, പ്രൊമോഷൻ എന്ന് തന്നെ പറയാം. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്നുള്ളതും അതിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Personal selling is the oral presentation in a conversation with one or more prospective purchasers for the purpose of making sales. നമുക്കൊരു സെയിൽസ് നടത്തുന്നതിന് വേണ്ടി ഒന്നിലധികം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പർച്ചേസേഴ്സുമായിട്ട് നമ്മൾ കോൺവെർസേഷൻ ചെയ്യുക, ഓറലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നതിനെ കുറിച്ച്. ഇതിനെ തന്നെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്ന ടെക്സ്റ്റിൽ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് അതിൽ എന്തിനൊക്കെ വേണ്ടി ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു അല്ലേ, സെയിൽസ് പേഴ്സണും അവരുടെ ആ ഒരു കസ്റ്റമറും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ പേഴ്സണലി അത് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല സെയിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഇഫക്റ്റീവ് ടൂളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെല്ലറുടെയും ബയ്യറുടെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നത് കൂടിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഇറ്റ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് ഫോർ ടെക്നിക്കൽ ഗുഡ്സ്. ഇനി ആർക്ക് കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കുന്നത്? ടെക്നിക്കൽ ഗുഡ്സിന് വളരെ ഇഫക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ കൂടിയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിഫറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അത് പേഴ്സണലി ഡയറക്റ്റ് പോകുന്നതാണ്, ഡയറക്റ്റഡ് ആയിട്ട് ഇൻഡിവിജ്വൽ ആണ്, മോർ ഇഫക്റ്റീവ് ആണ്, പുഷ് ഇഫക്റ്റ് ആണ് കൊടുക്കുന്നത്, 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നുണ്ട്, വളരെ ഫ്ലെക്സിബിൾ ആണ്, ഓറൽ അഡ്വർടൈസ്മെന്റ് ആണ്. അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ എപ്പോഴും പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെ ഒരു 15 ക്വസ്റ്റ്യൻസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വരുന്നത് അന്നത്തെ സമയത്ത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എക്സ്പ്ലെയിൻ ദ മോഡേൺ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്തിനാണ് മോഡേൺ മാർക്കറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും റോൾ ഓഫ് മാർക്കറ്റിംഗ് ഇൻ മോഡേൺ ബിസിനസ്, അതായത് മോഡേൺ മാർക്കറ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇപ്പം മോഡേൺ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമറുടെ നീഡ്സും വാണ്ട്സിനും ഒക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ. അതായത് നമ്മൾ കുറേ കൺസെപ്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിങ്ങിൽ പ്രാധാന്യം കൊടുക്കുന്ന ആർക്ക് തന്നെ, കസ്റ്റമേഴ്സിനാണ്. കാരണം അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ മാത്രമാണ് അത് മാക്സിമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ. രണ്ടാമത്തെ ജനറേറ്റ് റവന്യൂ. ഇതെല്ലാം കൃത്യമായിട്ട് നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ നമുക്ക് നല്ലൊരു വരുമാനം, ഇൻകം അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
ഇനി അങ്ങനെ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സർവൈവ് ചെയ്യാൻ, നമുക്ക് ഇനി മുന്നോട്ട് ബിസിനസ് ഒരുപാട് കാലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവൈവൽ എൻഷുർ ചെയ്യുന്നുണ്ട്, ബിസിനസിന്റെ ഗ്രോത്ത് അവിടെ കാണിക്കുന്നുണ്ട്. അതുവഴി ആ ബിസിനസ് നല്ലൊരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് വിൽ അല്ലെങ്കിൽ ഫേമസ് ആവാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പോയിന്റ് മോഡേൺ മാർക്കറ്റിങ്ങിൽ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. പിന്നെ പറയുന്ന ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് നല്ലൊരു അടിത്തറ പാകാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലൂടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് മാർക്കറ്റ് വൈഡൻ ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ള കാര്യം. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ, ഈവന്റ് മാർക്കറ്റിങ്ങും പബ്ലിക് റിലേഷനും ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നല്ല രീതിയിലൊരു മാർക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് പുതിയൊരു മോഡേൺ മാർക്കറ്റിങ്ങിൽ. പിന്നെ അതുവഴി നല്ല യൂട്ടിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തൊക്കെ സാധ്യതയുണ്ടോ, പ്ലേസ്, ടൈം, ഇൻഫർമേഷൻ, പ്രോസസ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. അതുവഴി നല്ലൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ പറയുന്നത് മാനേജേഴ്സ് ഡിമാൻഡ്. എത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ച് തന്നെ അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുക. മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്താ, ടൈമിങ്ങിലും അതിന്റെ ഡിമാൻഡിന്റെ ആ കോമ്പോസിഷനിലും കൂടിയാണ് അല്ലെ. അപ്പൊ ആ ഡിമാൻഡ് നമുക്ക് നെഗറ്റീവ് ഡിമാൻഡ് ആവാം, നോ ഡിമാൻഡ് ആവാം, ലേറ്റന്റ് ആയിട്ട് വരുന്ന ഡിമാൻഡ് ആവാം, ഡിക്ലൈൻ ഡിമാൻഡ് ഉണ്ട്, ഇറഗുലർ ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്, ഫുൾ ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഓവർഫുൾ ഡിമാൻഡുകൾ ഉണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് ഇതിനെല്ലാം ഏത് ലെവലിൽ ഡിമാൻഡ് ആണെങ്കിലും അതിനെ നമുക്ക് വേണ്ട രീതിയിൽ ഡീൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എട്ടാമത്തേല് ഹെൽപ്പ് സ്പേസ് കോമ്പറ്റീഷൻ. ഇനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അവിടെ എന്ത് വരും, കോമ്പറ്റീഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനെ നമുക്ക് ഏത് രീതിയിലാണ് ഫേസ് ചെയ്യേണ്ടത്, അതിനുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ഈ ഒരു മോഡേൺ മാർക്കറ്റിങ്ങിലൂടെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് അതിന്റെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഫേസ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫങ്ഷൻസ് എന്തൊക്കെയാണുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും കുറച്ച് ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ചാപ്റ്ററിലാണ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതാനുള്ളത് അത്രയ്ക്ക് എഴുതാനുണ്ട്. അപ്പൊ നമുക്ക് 6 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മാത്രം എഴുതിയാൽ മതി, 5 ഫാക്ടേഴ്സ് മാത്രം എഴുതിയാൽ മതി. അതായത് സൈക്കോളജിക്കൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, കൾച്ചറൽ ഫാക്ടർ, പേഴ്സണൽ ഫാക്ടർ ആൻഡ് എക്കണോമിക് ഫാക്ടർ. ഈ 5 ഫാക്ടറും എന്താണെന്ന് മാത്രം ഒന്ന് എഴുതുക. ചെറുതായിട്ട് എൻ്റെ വല്ല സബ് പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ, 1-2 പോയിന്റ് വീതം. അപ്പൊ ഇത് വലിയൊരു എസ്സേ ആയതുകൊണ്ട് ശരിക്കും എസ്സേക്ക് നല്ല സ്കോപ്പ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്ഷൻ ബിയിൽ ചോദിച്ചുകൊണ്ട് അത്ര തന്നെ എഴുതണ്ട. ജസ്റ്റ് എന്തിനാണ് സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് എഴുതുക, സോഷ്യൽ ഫാക്ടർ എന്താണ്, കൾച്ചറൽ, ആ ഫാക്ടേഴ്സ്. അതായത് ഇവിടെ പറയുന്നുണ്ട് സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കുറേ കാര്യങ്ങൾ, മാനസികമായിട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ, അതിനെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ എപ്പോഴും എന്താണ്, ആ ഉള്ളിൽ നമ്മുടെ മെന്റൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മെന്റൽ പ്രോസസ്സ് തന്നെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്താന്ന് പറയുന്നുണ്ട്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അത് കൾച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജനറൽ ബിഹേവിയറിലൂടെയാണ് അല്ലെ. അപ്പൊ ആ ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സും സർവീസും ഒക്കെ നമ്മൾ വാങ്ങുന്നത് ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മുടെ കൾച്ചറിനെയും കൂടി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തേല് ജസ്റ്റ് സോഷ്യൽ ഫാക്ടർ എന്താന്നുള്ളതാണ് പറയുന്നത്. സോഷ്യൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആ ഒരു സൊസൈറ്റിയിലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് നമ്മുടെ ബൈങ് ബിഹേവിയർ ആ സൊസൈറ്റിയിൽ വരുന്നത്, അതിനൊക്കെയാണ് കാണിക്കുന്നത്. സോഷ്യൽ ഫാക്ടർ കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു കാര്യമാണ് പേഴ്സണൽ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ. ഡെമോഗ്രാഫിക് ഫാക്ടർ, അതായത് പോപ്പുലേഷനെ സ്റ്റഡിയാണ് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ഏജിലുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ ഡിഫറെൻറ്റ് സെക്സിലുള്ള ആളുകൾക്ക്, മാരിറ്റൽ സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇൻകം, ഒക്യുപ്പേഷൻ, അതിൻ്റെയൊക്കെ ബേസിലാണ്
നമ്മൾ പല കാര്യങ്ങളും ബൈ ചെയ്യണോ വേണ്ടതൊക്കെ തീരുമാനിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഫാക്ടറാണ് എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സാമ്പത്തികവും കൂടിയാണ് എന്ത് വാങ്ങണോ വേണ്ടത് തീരുമാനിക്കുന്നത്. നമ്മുടെ വരുമാന സ്ഥിതിക്ക് അനുസരിച്ച് മാത്രമാണ് നമുക്ക് അതൊരു കാര്യം വാങ്ങണോ വേണ്ടത് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. കാരണം സെക്ഷൻ ബിയിൽ വന്നുകൊണ്ട് എസ്സേക്ക് നല്ല സ്കോപ്പുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ചോളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 19ാമത്തെ എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിന്റെ സ്റ്റേജുകൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. സ്റ്റേജസ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എത്ര സ്റ്റേജിലൂടെ പോകുന്നു? 7 സ്റ്റേജാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 6 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ ആ ഒരു സമയത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് വേണം, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഐഡിയാസ് ഒക്കെ എടുക്കുക. എവിടെ നിന്നൊക്കെയാണ്? പല സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് ഐഡിയ വരുന്നത്. ഇന്റേണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഐഡിയാസും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഓരോന്നിനെയും നമ്മൾ അനാലിസിസ് ചെയ്തുകൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയത് പല കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ, അതിൻ്റെയൊക്കെ ബേസിൽ ഐഡിയനെ നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കുന്നു. ഇനി സ്ക്രീൻ ചെയ്ത ഐഡിയ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം ആ കൺസെപ്റ്റിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്തു. അത് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളത് ജസ്റ്റ് മാർക്കറ്റിൽ കൊടുക്കുകയാണ്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ നോക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് 4ാമത്തെ ബിസിനസ് അനാലിസിസ് ആണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഐഡിയനെ ഫൈനലൈസ് ചെയ്യാണ്, അനലൈസ് ചെയ്യുക. ഡിറ്റർമിൻ ദ ഡിസൈറബിൾ മാർക്കറ്റ് ഫീച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫീസിബിലിറ്റി. നമ്മുടെ പ്രൊഡക്റ്റിന് ഇപ്പോഴത്തെ മാർക്കറ്റ് ആവശ്യപ്പെടുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടോ, അത് ഫീസിബിൾ ആണോ, നമുക്കിതെല്ലാം സാധ്യമാണോ എന്നുള്ളത് അനാലിസിസ് അവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പ്രിപ്പറേഷനാണ് അവിടെ. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് 4 സ്റ്റെപ്പുകളും പ്രിപ്പറേഷനാണ്. ഇനിയാണ് അത് ആക്ഷനിലേക്ക് മാറുന്നത്. സോ ഒരു സാമ്പിളിംഗ് ബേസിസിൽ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. 6ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് മാർക്കറ്റ് ടെസ്റ്റിംഗ് ആയി. കുറച്ച് മാത്രം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവരത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫക്ട്സുകൾ നമ്മൾ പറയുമ്പോൾ നമുക്കത് മാറ്റം വരുത്താനുള്ള ഒരു അവസരം കൂടി. അല്ലാതെ ബൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അങ്ങനെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ വല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? കൊമേഴ്സ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് 7ാമത്തെ സ്റ്റേജിൽ പറയുന്നത്. അതായത് പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യണം. പിന്നെ വലിയ വൻതോതിൽ എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിൽ വൻതോതിൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് നല്ല റീച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ലാസ്റ്റ് സ്റ്റേജിൽ ഇതിനെ കൊമേഴ്സ്യലൈസ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകൾ. പ്രധാനമായിട്ടും 7 പോയിന്റുകളിലൂടെയാണ്. അപ്പോൾ ആദ്യം ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു, അതിനെ സ്ക്രീൻ ചെയ്യുന്നു, അത് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അതിനുശേഷം ബിസിനസ് അനാലിസിസ് നടത്തുന്നു, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നു, ലാസ്റ്റ് കൊമേഴ്സ്യലൈസ് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ സ്യൂട്ടബിൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. 20ാമത്തെ ക്വസ്റ്റ്യനിലാണ് പറയുന്നത് നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഇൻ സെലക്ടിങ് ചാനൽ. ഒരു ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം എന്തൊക്കെ ഫാക്ടർ കാണുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് കമ്പനി ഓർ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്. നമ്മുടെ കമ്പനി എന്താണോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സാണ് ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ബിസിനസ് വോള്യം എത്രത്തോളം കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും, അതേപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിസയർ ടു കൺട്രോൾ, എത്രത്തോളം നമുക്ക് ആ ചാനലിനെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റ് മിക്സ് എന്താണ്. ഇതൊക്കെയാണ് ആദ്യത്തെ കേസിൽ ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി രണ്ടാമത്തേൽ പറയുന്ന പ്രൊഡക്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ നേച്ചർ എന്താണ്, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ നേച്ചർ ഏത് തരത്തിലുള്ളതാണ്, പ്രൊഡക്റ്റിൻ്റെ സൈസ് എങ്ങനെയാണ്,
പ്രൊഡക്റ്റിന് എങ്ങനെയാണ് പ്രൈസ് ഉള്ളത്, അത് എത്രത്തോളം കാലം ഇരിക്കും, പെരിഷബിൾ ആണോ, പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതാണോ, കേട് വരുന്നതാണോ, പെരിഷബിലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. ആൻഡ് മൂന്നാമത്തെ കേസിൽ പറയുമ്പോൾ മാർക്കറ്റ് ഓർ കൺസ്യൂമർ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ എവിടേക്കാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ കൺസ്യൂമേഴ്സ്, അപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മാർക്കറ്റിന്റെ നേച്ചർ എങ്ങനെയാണ്, അവിടെ എത്രത്തോളം കൺസ്യൂമേഴ്സ് ഉള്ളൊരു മാർക്കറ്റാണ്, അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കസ്റ്റമേഴ്സ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ കൊടുക്കുകയാണോ, അല്ലെങ്കിൽ എത്രത്തോളമാണ് അവർ വാങ്ങുന്നത്, ബൈയിങ് ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കും, അതിൻ്റെ ആ മാർക്കറ്റ് സൈസ് എങ്ങനെയാണ്, ഇത്രയാണ് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്. ആദ്യത്തെ പോയിന്റിൽ ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, രണ്ടാമത്തെ പ്രൊഡക്റ്റുമായി ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, മൂന്നാമത്തെ കാര്യത്തിൽ നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ്, നാലാമത്തേൽ അവർ പറയുന്ന മിഡിൽമെൻ ഫാക്ടേഴ്സ്. ഇനി ഇതിൽ എത്ര ഇടനിലക്കാർ വരുന്നുണ്ട് ഈ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ, അവൈലബിലിറ്റി ഓഫ് മിഡിൽമെൻ, നമ്മൾ ആരെയാണ് ഏൽപ്പിക്കേണ്ട ഈ വർക്ക്, എത്രത്തോളം പേര് അവൈലബിൾ ആവും, ഇനി എന്തൊക്കെ സർവീസുകളാണ് ഇത്തരത്തിലുള്ള മിഡിൽമാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്, ഇനി ആ ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ചാനൽ എത്രത്തോളം ഈ മേഖലയിൽ റെപ്യൂട്ടഡ് ആണ്, ഇനി ഈ ഒരു ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വഹിക്കേണ്ടി വരും, എത്ര ചിലവുണ്ടാവും, ഇനി ഇതുമായി മുന്നോട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും പ്രധാനപ്പെട്ട 4 പോയിന്റുകളിലാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ ഈ 4 മെയിൻ കാര്യങ്ങളുടെ ബേസിലാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് എ ന്യൂ പ്രൊഡക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രൈസിങ്ങിന്റെ മെത്തേഡ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് പെനിട്രേഷൻ പ്രൈസിങ്ങും സ്കിമ്മിങ് പ്രൈസിങ്ങും. വളരെ ഷോർട്ടായിട്ട് ഒന്ന് പറയാം. പെനിട്രേഷൻ പ്രൈസിങ് എന്ന് പറയുമ്പോൾ വിപണിയിൽ ഇറക്കുന്ന സമയത്ത് നമ്മൾ വളരെ കുറവ് മാത്രമായിരിക്കും അതിൻ്റെ പ്രൈസ് അവിടെ ഈടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ആളുകൾ വാങ്ങാൻ വേണ്ടിയിട്ടും നമുക്ക് കൂടുതലായിട്ട് സെയിൽസ് കിട്ടാനും മാർക്കറ്റ് മെല്ലെ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെനിട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് ചാർജിങ് ലോ പ്രൈസസ് ഫോർ ദ ഗുഡ്സ്. ആദ്യമായിട്ട് നമ്മൾ ഇറക്കുന്ന സമയത്ത് വളരെ തുച്ഛമായ വിലയ്ക്ക് തന്നെ ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, സെയിൽ കൂടാനും ആളുകളത് വീണ്ടും വന്ന് വാങ്ങാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാനും ഒക്കെയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെയിൻ മെത്തേഡാണ് സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റിന് നല്ല പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ടാണ് ഇറക്കുന്നത്. അങ്ങനെ ഇറക്കുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ അവർ വളരെ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന ആളുകളും, വളരെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നല്ല ഹൈ ആയിട്ട് റിച്ച് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൈസിങ്. അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും ഇപ്പോൾ നല്ല ഐഫോൺ അല്ലെങ്കിൽ ബെൻസ് കാർ, ഇതൊക്കെ നമുക്കൊരു വളരെ റിച്ചായ ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യുന്നത്. ഇതൊന്നും ഒരു കാരണവശാലും ഇതിൻ്റെ പ്രൈസ് ആളുകൾ കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും കുറയ്ക്കുന്നതല്ല. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ അത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൈസിങ്ങിനെ തന്നെയാണ് സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഒരു നല്ല അഡ്വർടൈസ്മെന്റ് കോപ്പിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, റിക്വിസിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് അല്ലേ. അപ്പം നല്ലൊരു അഡ്വർടൈസ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മീഡിയം സെലക്ട് ചെയ്യുമ്പോൾ വേണ്ട ഗുണങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, ജനങ്ങളിലേക്ക് ഏറ്റവും അധികം റീച്ച് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദ മീഡിയം ഷുഡ് ബി സച്ച് ടു റീച്ച് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്. ഏതാണോ നമ്മുടെ ഓഡിയൻസ് അതും ലാർജസ്റ്റ് നമ്പറിലേക്ക് അവരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമായിരിക്കും അവിടെ നല്ല അഡ്വർടൈസ്മെന്റ് ഇവിടെ കൊടുക്കേണ്ടത്. നല്ലൊരു മെസ്സേജ് അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എക്കണോമി ആയിരിക്കണം, അതിൻ്റെ ചിലവ് നമുക്കൊക്കെ ബെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓവർ ചിലവുള്ള കാര്യങ്ങളായിരിക്കരുത് നമ്മൾ നല്ലൊരു അഡ്വർടൈസ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ. അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ സൈസോ ഡിസൈനോ ലേഔട്ടോ കളറോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് റിപ്പീറ്റേഷൻ എപ്പോഴും ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളതായിരിക്കണം. കാരണം എന്നാലാണ് ജനങ്ങളിൽ എപ്പോഴും അത് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടായി കൊടുക്കുമ്പോഴാണ് ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിലെങ്കിലും അത് കാണാനും കേൾക്കാനുള്ളൊരു അവസരം ഉള്ള തരത്തിലായിരിക്കണം. ആൻഡ് ഇഫക്റ്റീവ് ആയിരിക്കുക. ആ ഒരു മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡിസൈർഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധ്യമാവണോ അല്ലേ എന്നുള്ള കാര്യമാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ അത് വളരെ ഇഫക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നല്ലൊരു അഡ്വർടൈസ്മെന്റ് വേണ്ടതായിട്ടുള്ള റിക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റിൽ പറയുന്ന
ക്വസ്റ്റ്യൻ നമ്പർ 23 ഡിസ്കസ് ദ വേരിയസ് കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻസ്. എന്താണ് സെയിൽസ് പ്രൊമോഷൻ, അതിന് ഏതൊക്കെ തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സെയിൽസ് പ്രൊമോഷൻ പ്രധാനമായിട്ട് 3 തരത്തിലുള്ളത്. കൺസ്യൂമർ പ്രൊമോഷൻ, അതേപോലെ ട്രേഡ് പ്രൊമോഷൻ, സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. എന്താ കൺസ്യൂമർ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെയിൽസ് പ്രൊമോഷൻ മെത്തേഡാണ്. ഇവിടെ കൺസ്യൂമേഴ്സിനെ എയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും വേരിയസ് ടെക്നിക്സ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ തരത്തിലുള്ള എല്ലാ ഒരു എന്താ പറയുക പ്രചോദനവും കൊടുക്കുന്ന തരത്തിലുള്ളതാണ്. കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അതാണ് കൺസ്യൂമർ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ട്രേഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഒക്കെ അല്ലെങ്കിൽ സ്കീംസ് ഒക്കെ ഡിവൈസ്ഡ് ടു മോട്ടിവേറ്റ് ദ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ടു പ്രൊമോട്ട് പ്രൊഡക്റ്റ്. ആദ്യത്തെ കേസിൽ നമ്മളെ പോലുള്ള കൺസ്യൂമേഴ്സ് കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി നമുക്കറിയാം നല്ല ഓഫേഴ്സ് ഇടുക, ഡിസ്കൗണ്ട് ഇടുക, അതൊക്കെ കൺസ്യൂമേഴ്സിനെ എയിം ചെയ്തുകൊണ്ടാണ്. പക്ഷെ ട്രേഡ് പ്രൊമോഷൻ ആരെയാണ് എയിം ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും. കാരണം അവർ ബൾക്കായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇത്രത്തോളം രൂപയ്ക്ക് ഈ സാധനം കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിദേശയാത്ര ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ക്യാഷ് ബോണസുകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പം ആ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ആണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. അവർക്ക് കൊടുക്കുന്നതാണ് ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ട് ഹോൾ ഹാർട്ടഡ് കോപ്പറേഷൻ ട്രേഡേഴ്സിൻ്റെ ഇതും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ വരുന്നുണ്ട്. അതായത് കമ്പനിയുടെ സെയിൽസ്മാൻ ആയിരിക്കും ഇതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിൽ. ആൻഡ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇത്ര സെയിൽസ് ഈ വർഷം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സെയിൽസ് ഫോഴ്സിനെ തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സെയിൽസ് പ്രൊമോഷന് പ്രധാനമായിട്ടും 3 ആളുകളെ ഫോക്കസ്, ഒന്ന് കൺസ്യൂമേഴ്സ്, ഒന്ന് ട്രേഡേഴ്സ്, 2 സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. ഈ 3 ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇത്രയാണ് സെക്ഷൻ ബിയിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ SA ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും 2 SA ക്വസ്റ്റ്യൻ ആണ്. അതിൽ 24ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ മാർക്കറ്റിംഗ്, എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഫംഗ്ഷൻസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷവും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഓൾറെഡി എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതൊക്കെ. നമുക്കിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. എന്തിനാണ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അൾട്ടിമേറ്റ് ആയിട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷനൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ഓതേഴ്സും പലതരത്തിൽ തന്നെ അതിനെ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ബിസിനസ് ആണ്. മൂവിങ് ഗുഡ്സ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഇതൊക്കെ ലാസ്റ്റ് ഡേ നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഫങ്ഷൻ പ്രധാനമായിട്ട് 4 ഉള്ളത്. ഫങ്ഷൻ ഓഫ് റിസർച്ച്, ഫങ്ഷൻ ഓഫ് എക്സ്ചേഞ്ച്, ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ സപ്ലൈ, ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. അപ്പോൾ ഈ പോയിന്റുകൾ എഴുതിയിട്ട് ഇതെല്ലാം സബ് പോയിന്റുകൾ വരുന്നുണ്ട്. റിസർച്ചിൽ റിസർച്ച് വരുന്നതും പ്രൊഡക്റ്റ് പ്ലാനിങ് ഡെവലപ്മെൻറ്റും, എക്സ്ചേഞ്ചിൽ ബൈയിങ് സെല്ലിങ് അസംബ്ലിങ് ഒക്കെയാണ്. ഫിസിക്കൽ സപ്ലൈയിൽ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജ് പാക്കേജിങ് വരുന്നുണ്ട്. ഇവിടെ ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷനിൽ ഫിനാൻസിങ്, റിസ്ക് ബെയറിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ, പ്രൈസിങ് ആൻഡ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഇത്രയും കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇത് തന്നെയാണ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 25ാമത്തെ SA ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൈസിങ് പോളിസി എന്താണ്, അതുപോലെ തന്നെ പ്രൈസിങ് ഡെസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതും ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റാണ്. പ്രൈസിങ് പോളിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. 2 ഫാക്ടേഴ്സ് ആണ് മെയിനായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു പോളിസി ഫൈനലൈസ് ചെയ്യുമ്പോൾ. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ്. അപ്പം നമുക്ക് ഈ ഒരു കോസ്റ്റ് എത്ര വരും, അത് നമുക്ക് അഫോർഡബിൾ ആണോ, എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, അപ്പോൾ അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെ പ്രൈസിങ് ചെയ്യുന്നത്. പിന്നെ ആ ഓർഗനൈസേഷൻ്റെ തന്നെ കുറേ ഫാക്ടേഴ്സ്, അതിൻ്റെ ഇന്റേണൽ അറേഞ്ച്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അതെന്തൊക്കെ മാർക്കറ്റിംഗ് മിക്സ് യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം അത് അൺകൺട്രോളബിൾ ആണ്, നമ്മുടെ കൺട്രോളിലൊന്നും നിൽക്കില്ല. അപ്പോൾ അത് പുറത്ത് നിന്ന് ഓർഗനൈസേഷൻ്റെ പുറത്തുണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടായിരിക്കും, നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, എത്രത്തോളം കോമ്പറ്റീഷനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, അതേപോലെ തന്നെ
ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് യൂസ് ചെയ്യേണ്ടത്, ജനറലി ഇപ്പോൾ ഉള്ള എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ്, ആൻഡ് ഗവൺമെൻറ് ഈ ഒരു മേഖലയ്ക്ക് കൊടുക്കുന്ന പോളിസികൾ എന്തൊക്കെയാണ്, എത്രത്തോളം ടാക്സേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ട്രേഡ് പോളിസി എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു 5 പോയിന്റും അവിടെ ഒരു 6 പോയിന്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു 11 പോയിന്റാണ് ടോട്ടൽ വരുന്നത്. ഈ 2 കാര്യങ്ങളാണ്, അതായത് ഈ 2 ഫാക്ടേഴ്സ് ആണ് നമ്മളൊരു പ്രൈസിങ് പോളിസി ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇന്റേണൽ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളും എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന, അങ്ങനെ ഒരു ടോട്ടൽ 11 പോയിന്റ് ആണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു എസ്സേ എന്ന് പറയുന്നത് Who is a retailer? What are the different types of retailers? Discuss also the functions of retailers in distribution. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്. ആരെയാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ആരാണ്, ഇവരുടെ പ്രധാനപ്പെട്ട, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോയിന്റ്സുകൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ പോയിന്റുകൾ തന്നെ. റീറ്റെയിലർ എന്ന് പറയുന്ന ആരാണ്, ഇറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ കസ്റ്റമർ, അല്ലേ. എളുപ്പം പറയുകയാണെന്ന് വെച്ചാൽ ഒരു ലിങ്ക് ബിറ്റ്വീൻ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് അത് അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ അതിനിടനിലക്കാരായി വർക്ക് ചെയ്യുന്ന ആരെയും നമുക്ക് റീറ്റെയിലേഴ്സ് എന്ന് പറയാം. ആ റീറ്റെയിലേഴ്സിൽ നമ്മളോട് ചോദിച്ച ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞാൽ അതിൽ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റീറ്റെയിലിംഗും ഉണ്ട്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള റീറ്റെയിലിംഗും ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് 2 ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ റീറ്റെയിൽ പ്ലേസ് ബട്ട് ഓൾ ദ ഐറ്റംസ് ആർ സെഗ്രിഗേറ്റഡ് ആൻഡ് ബ്രോട്ട് അണ്ടർ ദ വൺ റൂഫ്. ഒരൊറ്റ കൂരയ്ക്ക് താഴെ തന്നെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന് ഓർഗനൈസ് ചെയ്തിട്ടുള്ള റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലേസ് ഒന്നും ഉണ്ടാവില്ല, ഡിഫറെൻറ്റ് തിങ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഷോപ്സിലായിരിക്കും അത് അവൈലബിൾ ആവുക. ഇതാണ് 2 തരത്തിലുള്ള റീറ്റെയിലിംഗ് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട ഇവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്കിനെ ബെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഓണർഷിപ്പ് എന്നുള്ള ടൈറ്റിൽ ഇവർ റീറ്റെയിലിംഗ് പ്രോസസ്സിലൂടെ തന്നെയാണ്, ഇന്റർമീഡിയറീസ് ആണ് ഇതിൻ്റെ, പ്രൊഡ്യൂസേഴ്സിന് കുറച്ചും കൂടി ഉണ്ടാകുന്ന പ്രശ്നത്തിന് അവർ ഏറ്റെടുത്തുകൊണ്ട് അവർ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടാണല്ലോ അവർ അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് അവർ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റും ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സും ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കും. ആൻഡ് എക്കണോമിക്കലി എന്തായിരിക്കും, നല്ല രീതിയിൽ തന്നെ വലിയൊരു ചിലവ് വരാത്ത രീതിയിൽ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവരാണ് അൾട്ടിമേറ്റ് കൺസ്യൂമറെ കാണുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതും റീറ്റെയിലേഴ്സ് തന്നെയായിരിക്കും. പിന്നെ ഇതിന് വേണ്ടതായിട്ടുള്ള ഫിനാൻസിങ് എന്ന് പറയുന്നത് ഫണ്ടും കാര്യങ്ങളൊക്കെയാണ്. ക്രെഡിറ്റ് ചാനൽ മെമ്പേഴ്സിനൊക്കെ ലിബറൽ ടേംസിൽ ക്രെഡിറ്റ് കൊടുക്കാനും മാനുഫാക്ചറിങ് കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈസിനെ ഒരു പരിധി വരെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകുന്നതും ഈ റീറ്റെയിലേഴ്സ് ആണ്. ആൻഡ് സെയിൽസ് പ്രൊമോഷനൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഷോപ്പിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് ബോർഡുകളും ബാനേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ വെച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു റീറ്റെയിലർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ ചെയ്യുന്നുണ്ട്. ആരാണ് റീറ്റെയിലർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ആരാണ്, അതേപോലെ തന്നെ അവരുടെ മെയിൻ ഫങ്ഷൻസ്, ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പം നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 മാർക്സിനും 5 മാർക്സിനും എസ്സേ ക്വസ്റ്റ്യനും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വീഡിയോസ് മുന്നുള്ള മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് വേണ്ട ആളുകളൊക്കെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റർ വൈസും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പം 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരമാവധി തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് തന്നെ ആ പോയിന്റുകൾ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. പിന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ റെസ്പോൺസ് തന്നെയാണ് നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആൻഡ് അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.